ഹല്ലേലൂയ. ദൂരത്തും ചാരത്തും ഒക്കെയുമായിരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രാർത്ഥനയ്ക്കായിട്ട് ഞാനൊരു ദൈവവചന ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ. 40-ാം സങ്കീർത്തനം എൻ്റെ 17-ാമത്തെ വാക്യം. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ സഹായിക്കുന്നു. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടിവിക്കുന്നവനുമാകുന്നു. ഇത് പ്രാർത്ഥനയ്ക്കായി ഞാൻ തിരഞ്ഞെടുക്കുന്ന വചനമെന്ന് പറയുന്നത് നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടിവിക്കുന്നവനും ആകുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യങ്ങളിലെ എല്ലാ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവഭക്തന്മാർക്കും വിവിധ സാമൂഹിക സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്നവരും എല്ലാ മതവിശ്വാസികളെയും ഞാൻ ഈ സമയത്ത് ഓർക്കുക. മനുഷ്യൻ എന്ന് പറയുന്ന വിവിധ കഷ്ടതയിലൂടെയും സങ്കടത്തിലൂടെയും കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവരാണ്. അതെല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും. എന്നാൽ നമ്മെ വിടിവിക്കുവാനും സഹായിക്കാനും കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് നേരെ കടന്നു വരുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ സഹായവും നമ്മെ വിടിവിക്കുന്നതിനുമായി ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. ഭാവേ, ഞങ്ങളുടെ കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യങ്ങളിൽ 7 ഭൂഖണ്ഡങ്ങളിലായി വിവിധ കഷ്ടതയിലൂടെ കണ്ണുനീരിലൂടെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന കോടാനുകോടി ജനങ്ങൾ ജീവിതത്തിൽ സഹായമില്ലാതെ ആശ്വാസമില്ലാതെ ആശയറ്റവരായി നിരാശയുടെയും ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന ജനത്തിന് വേണ്ടി നമുക്കായിട്ടും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, കഴിഞ്ഞ ചില ആഴ്ചകളായി ആമേൻ കേരളം മുഴുവൻ ജലപ്രളയത്തിൻ്റെ അനുഭവത്തിൽ ആ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ അനവധി ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ട്, കർത്താവേ, ആടുമാട് കന്നുകാലികൾ കൃഷികളെല്ലാം നഷ്ടപ്പെട്ട് അവർ ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവൻ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നിരാശയുടെ ദുഃഖത്തിൻ്റെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന സകല ജനത്തെ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം ഇന്ന് പകൽ എല്ലാ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ, കഷ്ടതയുടെ നടുവിലെ സങ്കടത്തിൻ്റെ നടുവിലെ ദുഃഖത്തിൻ്റെ നടുവിലെ ആശ്വാസമറ്റവരായി കടന്നു പോകുന്ന ജനത്തെ സഹായിപ്പാനും വിടിവിപ്പാനും സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ നീട്ടുവാൻ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ, സങ്കടത്തിലൂടെ കടന്നു പോകുന്ന വിധ ജനങ്ങളെയും വിടിവിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ കർത്താവേ, പ്രളയം വളരെ ദുരന്തം വിധിച്ച് അനവധി കുടുംബങ്ങൾ കണ്ണുനീരിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനൊരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. കർത്താവേ, ദുരന്തം വിധിച്ച ഞങ്ങളുടെ കേരളത്തിൻ്റെ 14 ജില്ലകളിലും ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതം ചെയ്യണനായി പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. തിരുവനന്തപുരം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഉണ്ടായ വലിയ നാശനഷ്ടങ്ങൾ, അനവധി ആളുകളുടെ വീടും അനവധി ആളുകളുടെ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ട് കർത്താവേ, ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരായി മാറിയ സാഹചര്യം. ഹല്ലേലൂയ. അതിന് നടുവിൽ അവരെ സഹായിപ്പാനും ആശ്വസിപ്പാനും കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നീട്ടുവാൻ കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എളിവരും ദരിദ്രരുമായിരിക്കുന്ന ജനത്തിൻ്റെ കഷ്ടങ്ങൾ കാണുവാൻ, സങ്കടങ്ങൾ കാണുവാൻ, ആമേൻ, കർത്താവയുടെ ഭാരങ്ങൾ അറിഞ്ഞവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, ഉള്ള വഴികളെ, മുഖാന്തരങ്ങളെ, സാഹചര്യങ്ങളെല്ലാം ഒരുക്കുവാൻ, അവർക്ക് ഇനിയും പുനരധിവാസത്തിന് വേണ്ടി എല്ലാ സാഹചര്യങ്ങളും നന്മകളും ഒരുങ്ങേണ്ടതായി ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമി, ഇടുക്കിയിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എറണാകുളം ജില്ലയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, തൃശ്ശൂരും പാലക്കാടും മലപ്പുറത്തും കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡ് ജില്ലകളിലെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വലിയ പേമാരി മുഖാന്തരം വളരെ നാശനഷ്ടങ്ങൾ വിതച്ച് കർത്താവെ ജനം കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊരാശ്വാസമായി, അവർക്ക് സഹായമായി അവിടുത്തെ കരം നീട്ടുവാനും അത്ഭുതങ്ങളെ ചെയ്യേണ്ടതിനുമായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച് കർത്താവെ ജീവിതത്തിലൊന്നുമില്ലാത്തവരായി അവർക്കുണ്ടായിരുന്ന ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ അതെല്ലാം നശിച്ച് എല്ലാ വീട്ടുപകരണങ്ങളും എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വീടുകൾ പോലും നഷ്ടപ്പെട്ട് ഹല്ലേലൂയ അവരുടെ ആടുമാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ട് നിരാശയുടെ കടന്നു പോകുന്ന കേരളത്തിലെ ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് വേണ്ടി ആശ്വാസത്തിൻ്റെ കരം നീട്ടണമേ. ആ സ്വർഗീയ കലവറ തുറക്കണമേ. സങ്കടത്തിലായിരിക്കുന്ന ജനത്തെ ആശ്വസിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ കരം അത്ഭുതം ചെയ്യുവാൻ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നിരാലംബരും വൃദ്ധരും അശരണരുമായി ജീവിതത്തിലൊന്നുമില്ലാതെ കഷ്ടം സഹിക്കുന്ന, ആമി കയറി കിടക്കാൻ ഒരു ഭവനമില്ലാതെ വളരെ വേദനയോടെ കടന്നു പോകുന്ന ഈ ജനത്തിന് വേണ്ടിയടിയും പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കഷ്ടം സഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെടണമേ. അങ്ങയുടെ
മഹാകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഭാവി ജീവിതത്തിൽ അനവധി ആളുകൾ വിവിധ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കേരളത്തിൽ മഴ സംബന്ധിച്ച്, കർത്താവെ ദുരന്തം സംബന്ധിച്ച് അനവധി ഭാരങ്ങൾ, അനവധി നാശനഷ്ടങ്ങൾ നേരിട്ടിരിക്കുന്ന ഈ കേരളത്തോട് ദൈവം കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും അന്യസംസ്ഥാന തൊഴിലാളികളുമായി അനേക തിങ്ങിപ്പാർക്കുന്ന ഈ കേരളത്തിനകത്ത് ഒരു സമാധാനത്തിൻ്റെ കരനീട്ടുവാൻ, ദരിദ്ര വെളിയുരുവായിരിക്കുന്ന ജനത്തിന് ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വമേറെ കരനീട്ടി അവരെ വിടിവിക്കുവാൻ, അവർ കടന്നു പോകുന്ന സങ്കടാവസ്ഥയിൽ കർത്താവെ അവർക്ക് ആശ്വാസമായി തീരുവാൻ, അനേക സഹായത്തിനു വേണ്ടി അനേക കരങ്ങളെ കർത്താവെ ഉയർത്തുവാൻ, അനേക വ്യക്തികളെ എഴുന്നേൽപ്പിക്കണനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭാരതത്തിനായി പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനങ്ങളും 7 കേന്ദ്ര പ്രദേശങ്ങളിലായി 145 കോടിയുള്ളധികം വരുന്ന ജനം കഴിഞ്ഞ ചില മാസങ്ങൾ കർത്താവെ വളരെ വേദനയുടെ സങ്കടത്തിലൂടെ, പ്രളയത്തിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ, അനവധി ആളുകൾ കർത്താവെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അനവധി സഹോദരങ്ങൾ ഒറ്റപ്പെട്ടു, സഹോദരിമാർ ഒറ്റപ്പെട്ടു, മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു, കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു. അനവധി ആളുകളുടെ വീടും കർത്താവെ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം കർത്താവെ നാശത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഭാരതത്തിന് കർത്താവെ ദുരിത മേഖലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ കരനീട്ടുവാനും, കർത്താവെ വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെയും ആടുമാട് കന്നുകാലികൾ കർത്താവെ കൃഷിയൊക്കെ നാശമായവർക്കും സർക്കാരിൻ്റെ ഭാഗത്തു നല്ല ധനസഹായങ്ങൾ ഉണ്ടാകുവാൻ, അവരെയൊക്കെയും പുനരധിവസിപ്പിക്കുവാൻ വേണ്ടുന്ന വഴികളെ ദൈവമേ അവിടെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും കർത്താവെ കഷ്ടങ്ങൾ സംഭവിച്ച് പ്രതിസന്ധികളുടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകലതിൻ്റെ നടുവിലൊരു ആശ്വാസത്തിൻ്റെ കരനീട്ടുവാൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരനീട്ടുവാൻ അടിയും പ്രാർത്ഥിക്കുകയാണ്. നാളിതുവരെയും കർത്താവെ അനുഭവിച്ച ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രകൃതി തന്നെ മാറ്റങ്ങൾ സംഭവിച്ച് കർത്താവെ വളരെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുകയാണ്. ജനത്തിൻ്റെ പാപങ്ങളെ ജനം ഏറ്റുപറയുവാൻ, പാപത്തിൽ ജീവിക്കുന്ന ജനം കർത്താവെ എന്ന് മടങ്ങി വരുവാൻ, കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ പൂർണ്ണമായി വിടുതലായി ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ഏറെ വേദനയുടെ കടന്നു പോകുന്ന അനവധി ആളുകൾ, ഒരാശ്വാസമില്ലാതെ സങ്കടത്തിലായിരിക്കുന്ന അനവധി ആളുകൾക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതലിൻ്റെ കരം നീട്ടുവാണ്ടയാകണമേ, പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ചെറുതും വലുതും അനേക വ്യാപാരി വ്യവസായികൾ, വഴിയോര കച്ചവടക്കാർ കർത്താവെ അവരുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട്, അവരുടെ കടകളിലെല്ലാം സാധനങ്ങൾ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവരായി വളരെ ദുഃഖത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്നു. കർത്താവെ അവർക്കെല്ലാം കർത്താവെ പുതുവഴി തുറക്കണമേ, നഷ്ടങ്ങളെല്ലാം ലാഭമാക്കണമേ. പ്രളയ മുഖാന്തരം കർത്താവെ പലരും പുറത്തിറങ്ങാൻ കഴിയാതെ കടക്കിണിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ആ സ്ഥിതിക്കെല്ലാം ഒരു മാറ്റം വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ സകല ജനത്തിനും ആശ്വാസം കൊടുക്കണം. സാധാരണക്കാരായിരിക്കുന്ന അനവധി ജനങ്ങൾ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ കഴിയാതെ വളരെ ദുഃഖത്തിൻ്റെ കരുനിലയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ആ മേഖലയിലെല്ലാം കർത്താവെ അവിടുന്ന് വിജയത്തിൻ്റെ പ്രതീക്ഷകൾ കൊടുക്കണമേ. ആരും മനസ്സുകൊണ്ട് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് അവരുടെ ജീവിതം തകർന്നു പോകാതെ ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വമേറിയ കരം എല്ലാ മേഖലയിലും വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളായി കഷ്ടം സഹിക്കുന്ന അനവധി ആളുകൾ കർത്താവ് ഇപ്പോഴും സ്വന്തം ഭവനത്തിൽ ചെന്ന് താമസിക്കാൻ കഴിയാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും അമ്മയും മറ്റു ഭവനങ്ങളിലും സ്നേഹിതന്മാരുടെയും ബന്ധുക്കളിലൊക്കെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെയും കർത്താവ് എത്രയും പെട്ടെന്ന് വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർക്കാർ തലത്തിൽ വേണ്ടുന്ന എല്ലാ നന്മകളും ഉണ്ടാകുവാൻ, സർക്കാരിന് ആവശ്യമായ ഫണ്ടുകളെല്ലാം സ്വരൂപിക്കുവാൻ കർത്താവെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഭരണാധിപന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവെ മേഖലയിലായിരിക്കുന്ന ദുരിത നിവാരണ സേനയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജില്ലാ കളക്ടർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആർ ഡി അടക്കമുള്ള ആമി വില്ലേജ് അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും മേൽ കർത്താവിൻ്റെ കരം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ജീവനെ പോലും നോക്കാതെ കർത്താവെ മറ്റുള്ള ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ പ്രളയത്തിൽ അമ്മനകപ്പെട്ടു മരണപ്പെട്ടു പോയ ചില കുടുംബങ്ങളുണ്ട്. അവരുടെ സഹോദരിമാരെ ഓർക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവെ ഉറ്റവരുടെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ദൈവസമാധാനം കൊടുക്കണമേ. കർത്താവെ ജീവിതത്തിൽ അല്ലൊരിയ കഷ്ടം സഹിക്കുന്നവരെയൊക്കെയും പുനരധിവസിപ്പാൻ കർത്താവിനുള്ള വഴികളെ, മുഖാന്തരങ്ങളെ, സാഹചര്യങ്ങളെ കേരളത്തിനും ഭാരതത്തിലുള്ള എല്ലാ ജനത്തിനും വേണ്ടി കർത്താവെ ഒരുക്കനായി പ്രാർത്ഥിക്കുന്നു. മാനുഷികമായി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ എല്ലാം സാധ്യമാണെങ്കിലും കർത്താവെ മനുഷ്യരാൽ സാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ. അതിന് വേണ്ടുന്ന എല്ലാ വഴികളും കർത്താവെ ഉണ്ടാകുവാൻ അല്ലേലും അനവധി വിദേശ ഫണ്ടുകൾ ആമയുടെ കേരളത്തിന് വേണ്ടി ഭാരതത്തിന് വേണ്ടി ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. അധികാരികളിലൊക്കെ മനസ്സുകൾ കർത്താവെ തുറക്കാനായി പ്രാർത്ഥിക്കുന്നു. ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു.
എക്സൈസ് വിഭാഗത്തിനായി, ഫോറസ്റ്റ് വിഭാഗങ്ങൾക്കായി, ഫയർഫോഴ്സ് വിഭാഗങ്ങൾക്കായി കോസ്റ്റ് ഗാർഡ് വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും കർത്താവേ, ദുരന്ത നിവാരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവർക്ക് വേണ്ടുന്ന മെഡിക്കൽ സംവിധാനങ്ങൾ, ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്ന. ഹല്ലേലൂയ. അവർക്കെല്ലാം വേണ്ടുന്ന സഹായങ്ങളെ സമയാസമയങ്ങളിൽ ദൈവമേ അവിടുന്ന് ഒരുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ജീവിതത്തിൽ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് കണ്ണുനീരിൻ്റെ നടുവിൽ കടന്നു പോകുന്ന അനവധി ആളുകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണിനോടും പണിയെടുക്കുന്ന, വിവിധ യൂണിയൻ രംഗത്ത്, ടിമ്പർ രംഗത്തൊക്കെയും പണിയെടുക്കുന്ന, വിവിധ കനികളിലും കമ്പനികളിലും ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്ന അനവധി മേഖലകൾ വെള്ളത്താൽ നഷ്ടപ്പെട്ട ലേരിയ അവരുടെ എല്ലാ പലരുടെയും ജോലി നഷ്ടപ്പെട്ട് കർത്താവെ ജോലിക്ക് ഒരു വഴിയില്ലാതെ വളരെ ദാരിദ്ര്യവും സങ്കടവും കടലിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, അതിൻ്റെ നടുവിലും കർത്താവെ ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദുരന്ത മുഖാന്തരം, പ്രളയം മുഖാന്തരം കഷ്ടം സഹിക്കുന്ന എല്ലാ മേഖലയിലും ഒരു വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 വീലിലും 3 വീലിലും 4 വീലൊക്കെ യാത്ര ചെയ്യുന്ന ഹെവി വാഹനം ഓടിക്കുന്നവർ, ഹല്ലേലൂയ കർത്താവെ, ആകാശത്തിലും കരയിലും കടലിലും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും ഓടിക്കുന്നവരും, ആഴക്കടലിനെ കർത്താവെ മത്സ്യബന്ധനെ കടന്നു പോയിരിക്കുന്നവരും, കടലോരവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തീരദേശവാസികൾ, കായലിൻ്റെയും പുഴയുടെയും ആറുകളുടെയും തീരങ്ങൾക്ക് ഡാമിൻ്റെയൊക്കെ അരികെ താമസിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലെ ഡാമുകളെ ഓർക്കുന്നു. എല്ലാ ഡാമുകളും തുറന്നുവിട്ട് വളരെ നാശനഷ്ടങ്ങൾ സംഭവിച്ച് കർത്താവെ ജനമൊന്നുമില്ലാത്തവരായ അനവധി സംഭവങ്ങൾ, അതിൻ്റെ നടുവിലും കർത്താവിൻ്റെ കരം നീട്ടുവാൻ ആശ്വാസം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവമേ, ഇന്ന് പകൽ കർത്താവെ സമാധാനമില്ലാതെ കിടക്കുന്ന ജനങ്ങൾക്ക് ഒരാശ്വാസദായകനായി കർത്താവ് വെളിപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുരിതമേഖലയിൽ ഞങ്ങളുടെ കരം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയങ്ങളിൽ കർത്താവെ പരസ്പരം പിറുപിറുക്കാതെ സ്നേഹത്താൽ ഒന്നിച്ച് സന്തോഷത്തോടെ ഈ പ്രളയ ദുരിതത്തെ നേരിടുവാൻ കർത്താവെ പരതരം സർക്കാരും ജനങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിപ്പാൻ, അവിടെ ഒരു കലാപവും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ സ്നേഹത്താൽ ഒന്നിച്ചെന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും മനുഷ്യൻ കർത്താവെ അഭിപ്രായ വ്യത്യാസമുള്ളവരായി തമ്മിൽ കർത്താവെ ഹല്ലേലൂയ പോരടിക്കുമ്പോൾ അത് മുഖാന്തരം പ്രളയമേഖലയിൽ ഉണ്ടാകുന്ന കർത്താവെ അനുഗ്രഹങ്ങൾ തടസ്സമായി തീരാതെ എല്ലാ മേഖലയിലും കർത്താവിൻ്റെ കരം ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ ജനമെല്ലാം ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്ന ആദ്യം പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം ചെയ്യണം. ഇന്ന് പകൽ കാലാവസ്ഥ കർത്താവെ കേരളത്തിലെല്ലായിടത്തും അനുകൂലമായി നൽകുമ്പോൾ വെള്ളം കയറി കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും വെള്ളം ഇറങ്ങി എല്ലാവർക്കും അവരുടെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ അനവധി ആളുകൾ ശുദ്ധീകരണ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ വീടുകളും കർത്താവെ കടകളും എല്ലാം ശുദ്ധീകരിച്ച് നഷ്ടപ്പെടാതെ കിട്ടിയ സാധനങ്ങളൊക്കെയും വീണ്ടും ക്രമീകരിച്ചെടുക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ കടകളൊക്കെയും വീണ്ടും കർത്താവെ തുറക്കപ്പെടുവാൻ, ഭവനങ്ങളൊക്കെയും ജനത്തിന് വീണ്ടും കയറി താമസിപ്പാൻ, പാടങ്ങളും കൃഷികളും ഒക്കെ വീണ്ടും കർത്താവെ പഴയതുപോലെ ആയിത്തീരുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നിരാശയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർ കർത്താവെ ഉരുൾപൊട്ടലിലൂടെ മരണപ്പെട്ട കുടുംബങ്ങളുണ്ട്. അവരുടെ ആശ്രിതർക്ക് വേണ്ടി സമാധാനം കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ. അവരുടെ കണ്ണുനീരിനെ കർത്താവെ അവിടുന്ന് കാണുമാറാകണമേ. അവരുടെ ദുഃഖങ്ങളിൽ ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വമേറെ കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദരിദ്രരുമായിരിക്കുന്ന ജനത്തിൻ്റെ സകല കഷ്ടങ്ങൾക്കും അവിടുന്ന് ആശ്വാസം നൽകി കർത്താവെ ജനത്തെ അവിടുന്ന് പരിപാലിക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. മഴക്കാല സംബന്ധമായ അനവധി രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, പല സ്ഥലത്തും മഞ്ഞും വിത്തും കർത്താവെ ടൈഫോയിഡ് അടക്കമുള്ള ടോൺസിലസ് അടക്കമുള്ള രോഗങ്ങളാൽ കർത്താവെ പലരും ഭാരപ്പെടുന്നുണ്ട്. ഹോസ്പിറ്റലൊക്കെയും കർത്താവെ വളരെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ ചികിത്സകളും മരുന്നുകളൊക്കെ ലഭ്യമാകുവാൻ മെഡിക്കൽ മേഖലയിൽ ദൈവം അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രായാധിക്യത്തിലായിരിക്കുന്നവർ, ജന്മനാ വൈകല്യമുള്ളവർ, ഹല്ലേലൂയ, മറ്റൊരാളെ സഹായമില്ലാതെ ജീവിതത്തിലൊന്നും ജീവൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, ഡെലിവറി കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞ് കിടക്കുന്നവരും ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുന്നവരും കർത്താവേ കുട്ടന്മാരും ചെകിടന്മാരും ഉടനും തളവാദ രോഗികളും പക്ഷപാതക്കാരും കർത്താവേ വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഈ പ്രളയത്തിലൂടെ വളരെ കഷ്ടം സഹിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങൾ വളരെ വേദനയുടെ കടന്നു പോകുമ്പോൾ കർത്താവേ എല്ലാത്തിനും ആശ്വാസവും സമാധാനം നൽകണമേ. ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടല്ലോ കർത്താവെ, സങ്കടപ്പെടുന്നവരുണ്ട്. അതിൻ്റെ നടിയിലൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതം ചെയ്യണനാടിയും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നിരാശയുടെയും ദുഃഖത്തിൻ്റെയും കണ്ണുതിൻ്റെ നടുവിൽ ദൈവമേ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നവർ, തലവേദന, ട്യൂമർ, കണ്ണുവേദന, ചെവിവേദന, ടോൺസിലസ്, തൈറോയ്ഡ് രോഗങ്ങൾ ഭാരപ്പെടുന്നവർ, ചെവിടി തലയുടെ പെടലിലേക്ക് ബാലൻസ് തെറ്റിവർ, കർത്താവെ മൂക്കി ദശവടം ഓണ സംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ. കർത്താവെ ഹാർട്ടിൻ്റെ ലിവറിൻ്റെ പ്രശ്നങ്ങൾ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ. കർത്താവെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ ആസ്പത്രി തുടങ്ങിയ ശ്വാസം മുട്ടടക്കിയ തുടങ്ങിയ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ,
ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഹല്ലേലൂയ, ക്ഷയരോഗങ്ങൾ, കുഷ്ഠരോഗങ്ങൾ, ആമേ, ഇവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ. എല്ലാ നാടിനരമ്പ് ജോയിൻറ്റുകളും പേശികളും രക്തധമനികളിലും വ്യാപരിക്കുന്ന രോഗങ്ങൾ, എല്ലാ തളർച്ചകളും, വാദങ്ങളും, ആമവാദങ്ങളും, ത്വക്ക് രോഗങ്ങളും, ത്വക്ക് സംബന്ധമായ എല്ലാ രോഗങ്ങളും കർത്താവേ ജനത്തെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, രോഗസൗഖ്യദായകനായിരിക്കുന്ന കർത്താവിൻ്റെ കരം എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാ ആമവാദങ്ങളും, ത്വക്കുവാദങ്ങളും, കർത്താവെ പെരുമുട്ട്, വേദനകൾ, എല്ലാ നാട്ടിൽ ചേരുമ്പ് ജോലികൾ വ്യാപരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വിടുവിക്കണമേ. ആമേ, ഞാൻ സകല രോഗത്തിൻ്റെയും സൗഖ്യദായകനാണെന്ന് കർത്താവിൻ്റെ വചനം രേഖപ്പെടുത്തുമ്പോൾ തന്നെ സകല രോഗത്തെ സൗഖ്യമാകുന്ന വചനം എല്ലാ ജനങ്ങളുടെ മേലും പകരുവാണ്ടയാകണമേ. ഇന്ന് പകൽ കർത്താവ് വിവിധ കഷ്ടം സഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹത്വം ഏറെ കരം വെളിപ്പെടണം, പരിശുദ്ധാത്മാവ് ഇടപെടണമേ. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലധികം ജനം, തലമുറകൾ, എണ്ണത്തിൽപ്പെടാത്തവർ. ഹല്ലേലൂയ, ഭാവി എവിടെയൊക്കെ ഉള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല രാജ്യങ്ങളും വെള്ളത്തിൻ്റെ സ്രോതസ്സുകളില്ലാതെ, നെറ്റ്വർക്കുകളില്ലാതെ, വൈദ്യുതി സൗകര്യങ്ങളില്ലാതെ, കർത്താവെ ഹോസ്പിറ്റലോ, സ്കൂളുകളോ, കോളേജുകളോ, വാഹന സൗകര്യങ്ങളൊന്നുമില്ലാതെ ഭാരം സഹിക്കുന്ന, പുറലോകമായ യാതൊരു ബന്ധവുമില്ലാത്ത അനവധി ആളുകൾ ലോകരാജ്യങ്ങൾ വിവിധ ഭാഗങ്ങളിലുണ്ട്. കർത്താവെ, അവർക്കെല്ലാം കർത്താവെ സമാധാനം, ആശ്വാസം കൊടുക്കണമേ. മദ്യപാനത്തിന്, മയക്കുവിന്, ലഹരിക്ക് വടിപ്പെട്ടു പോയവർ, വിധമായ മാരകമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, കർത്താവെ, ശൈശവത്തിനും, ബാല്യത്തിനും, കൗമാരത്തിനും, യൗവനത്തിലും, വാർദ്ധക്യത്തിലും, നിരാലും, വിവൃത്തിനും, അശരണ യാചകരും, ഓർഫനേജിൽ, വോൾട്ടേജ് ഹോമിൽ തടവറയിൽ കിടക്കുന്നവർക്കായി ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയോരങ്ങളിൽ അന്തി ഉറങ്ങുന്ന അനവധി ആളുകളുണ്ട്. ഭവനമില്ലാത്തവരുണ്ട്. കർത്താവ് ഉയർത്തുണ്ട്. ഭൂമിയില്ലാത്തവർ, കടക്കണിയാൽ കടന്നു പോകുന്നവർ, ജപ്തി നടപടി നേരിടുന്നവർ, മക്കളെ പഠിപ്പിക്കുവാൻ ഭാരപ്പെടുന്നവർ. ഹല്ലേലൂയ, ദേശത്തും വിദേശത്തൊക്കെ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ വിശ്രമിക്കാനോ അവരുടെ കർത്താവ്യ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കാനോ കഴിയാതെ വളരെ ഭാരമനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവർക്കെല്ലാം കർത്താവ് ആശ്വാസവും സമാധാനം, സാമ്പത്തികമായ വഴികളെ ദൈവം തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, കർത്താവെ, കുടുംബജീവിതം ഛിന്നഭിന്നമായി മാറി, കുടുംബജീവിതം തകർന്ന്, കർത്താവെ, ഭാര്യ ഭർത്തൃ ബന്ധം നഷ്ടപ്പെട്ട് അനവധി കേസുകൾ കേരളത്തിലെ കുടുംബ കോടതികൾക്കകത്ത് കിടക്കുമ്പോൾ, കർത്താവെ, ഹല്ലേലൂയ, അവിടെ യൗവനത്തിലെ ഉഭയസമ്മത പ്രകാരം ഉടമ്പടി ചെയ്ത് വിവാഹത്തിൽ പ്രവേശിച്ച് ആ കുടുംബജീവിതം തകരാതെ, കർത്താവെ, കോടതിയിൽ കിടക്കുന്ന കേസുകൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടായി. കർത്താവ്, ഏത് മനുഷ്യരാൽ വേർതിരിപ്പാണ്, നിയമങ്ങൾ വേർതിരിക്കാതെ വീണ്ടും അവിടെ തെറ്റുകൾ തിരുത്തി മടങ്ങി വന്ന് കുടുംബജീവിതം നയിപ്പാൻ എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ഒരുക്കണ്ണാടിയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിരാലംബരും നിരാശരായി കഴിയുന്ന അനവധിയുണ്ട്. മാതാപിതാക്കൾ സൗകര്യങ്ങൾക്ക് വേണ്ടാതെ ഓർഫനേജിലാക്കിയിരിക്കുന്ന അനവധി കുഞ്ഞുങ്ങൾ മാതൃസ്നേഹം എന്തെന്നറിയാൻ കഴിയാതെ ഭാരപ്പെടുന്നുണ്ട്. അവർക്കൊരു ആശ്വാസം കൊടുക്കണമേ. ഞങ്ങളുടെ അനവധി മാതാപിതാക്കൾ കർത്താവ് വൃത്തസമയത്തിലുണ്ട്. അവർക്കും ദൈവ സമാധാനം, ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും കഷ്ടം സഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം ഇന്ന് പകലെല്ലാം മേഖലയിലും വെളിപ്പെടണമായി അടിയും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, കർത്താവെ, ഞങ്ങളുടെ മഹത്വം വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, കർത്താവെ, കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവം മാനിക്കണമേ. ഉരുൾപ്പെടൽ മേഖലയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെ ആയിരിക്കുന്ന സ്ഥാനത്ത് സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, കർത്താവെ, സ്തോത്രം. സകല മേഖലയിലും ഒരു ആശ്വാസം കൊടുക്കണമേ. ഹല്ലേലൂയ, കർത്താവെ, ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു സമാധാനം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ പാപത്താൽ നിറയപ്പെട്ട്, ശാപത്താൽ നിറയപ്പെട്ട്, ദൈവമായി യാതൊരു ബന്ധമില്ലാതെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ, അത് മുഖാന്തരം ഭൂമിയിൽ കർത്താവെ ദൈവം ന്യായം വിധിക്കുമ്പോൾ അത് സകല മേഖലയിലും വ്യാപരിക്കുന്ന തിരിച്ചറിവുണ്ടായി. കർത്താവെ, മനുഷ്യൻ മടങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, കർത്താവയുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാരും രാജ്ഞിമാരും, പ്രധാനമന്ത്രിമാർ, പ്രധാന പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയായിരിക്കുന്ന എല്ലാ ജനത്തെ അടിനോർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, കർത്താവെ, സ്തോത്ര. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പോലീസ് കർത്താവ് വിഭാഗത്തിൽ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആഭ്യന്തര സെക്രട്ടറി അടക്കം എല്ലാ പോലീസിൻ്റെ വിവിധ സെക്ഷനുകളെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ, കർത്താവെ, ക്രൈംബ്രാഞ്ച്, CBI എൻ്റെ റോ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതുപോലെ കോസ്റ്റ് ഗാർഡ്, അതുപോലെ കർത്താവ് എക്സൈസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, വിവിധ മേഖലയിൽ കർത്താവെ ആനിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ അതിർത്തികളായിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ജവാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
രാവും പകലും ഇവർക്ക് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നു. പലരും കർത്താവെ വീരുവൃത്തി ഭരിച്ചവർ അവരുടെ ആശ്രിതരായിരിക്കുന്ന കുടുംബങ്ങൾക്കെല്ലാം സമാധാനം ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അതിർത്തികളിൽ താമസിക്കുന്നവരെല്ലാം കർത്താവ് സൂക്ഷിക്കണമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ജുഡീഷ്യറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുപ്രീം കോടതി അടക്കം എല്ലാ ജുഡീഷ്യറികളെയും കർത്താവ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേ കോടതി സംബന്ധമായ എല്ലാ ജീവനക്കാർക്കും ദൈവമായ സമാധാനം ആശ്വാസവും അവരായിരിക്കുന്ന മേഖലയിൽ അവരുടെ ജോലി കാര്യങ്ങളൊക്കെയും വളരെ പ്രയാസങ്ങളൊക്കെ പലപ്പോഴും നേരിടുമ്പോൾ അവരും ആശയറ്റവരായി കർത്താവെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ഭാരത ലോകരാജ്യങ്ങളിൽ മരണസംഖ്യ ഉയരുന്ന ഈ കാലഘട്ടത്തിൽ തീവ്രവാദവും ഭീകരവാദവും വർഗീയതയും പെരുകി അനവധി ആളുകൾ ഓരോ ദിവസവും രക്തസാക്ഷിത്വം മരിക്കുമ്പോൾ മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും ഒക്കെ തമ്മിലടിച്ച് കലഹിച്ച് കർത്താവെ മനുഷ്യൻ തമ്മിലടിച്ച് ഭരിക്കുമ്പോൾ അതിലൊക്കെ മനുഷ്യൻ മടങ്ങി വന്ന് എല്ലാവരുടെ ഉള്ളങ്ങളിൽ ദൈവിക സമാധാനം നിറയപ്പെടുവാൻ, കർത്താവെ പരസ്പരം സ്നേഹിപ്പാൻ, അന്യോന്യ ഭാരങ്ങളെ ചുമക്കുവാൻ, തമ്മിൽ പ്രാർത്ഥിക്കുവാൻ, ഒരുവൻ പ്രാർത്ഥിക്കുവാൻ, കർത്താവെ ദൈവം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എല്ലാവരും പരസ്പര സ്നേഹം നിലനിർത്തുന്നവരായി തീരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ ജാതി തിരിച്ചു, മതം തിരിച്ചു, കർത്താവെ ഭാഷകൾ തിരിച്ചു. ഇന്ന് മനുഷ്യൻ തമ്മിൽ യോജിപ്പാൻ കഴിയാതെ തമ്മിലടിച്ച് ആമേൻ രക്തം ചൊരിച്ച ലോകം മുഴുവൻ നടക്കുന്ന യുദ്ധങ്ങൾ, യുദ്ധസുഹൃതികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ എല്ലാ മേഖലയിലും കർത്താവെ അത് മുഖാന്തരം ഉണ്ടാകുന്ന അധാർമികത, അത് മുഖാന്തരം മനുഷ്യൻ തമ്മിലടിച്ച് മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. കർത്താവെ മനുഷ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ, ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ, ജനത്തിൻ്റെ ഹൃദയത്തിനകത്തെ എല്ലാ ദുഷ്ടതയും മാറി അവർ സമാധാനത്തിലേക്ക് മടങ്ങി വരണമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ എല്ലാ രാഷ്ട്രീയത്തിന് പേര് നടക്കുന്ന രാജകത്വങ്ങൾ, മതത്തിന് പേര് നടക്കുന്ന രാജകത്വങ്ങളെല്ലാം മാറാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്നവർ, സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ അടക്കമുള്ളവർ ഹല്ലേലൂയ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മതമേലധ്യക്ഷന്മാർ, മതാധ്യക്ഷന്മാരെ എല്ലാം ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും സമാധാനത്തിലേക്ക് മടങ്ങി വരുവാൻ, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദരിദ്രവഴിയുമായിരിക്കുന്ന ജനത്തെ ചേർത്ത് പിടിക്കുവാൻ, അവർക്കൊരാശ്വാസകരമായി തീരുവാൻ കർത്താവെ സകല ജനങ്ങളും പരസ്പരം സഹായിക്കുന്നവരും കരുതുന്നവരുമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. തമ്മിലടിയും കലഹവും മാറ്റി കർത്താവെ സ്നേഹത്താൽ ഒന്നിക്കാനായി പ്രാർത്ഥിക്കുന്നു. അനവധി യുവതിയുവാക്കന്മാർ തകർന്നുകൊണ്ടിരിക്കുന്നു. സ്കൂളുകൾ, കോളേജുകൾ, ക്യാമ്പസ്, കലാലയങ്ങളിൽ മദ്യവും മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾക്കും പലരും അടിമപ്പെട്ട് പല കുടുംബങ്ങൾക്കും പല തലമുറകളും നഷ്ടപ്പെടുന്നു. അതിൻ്റെ നടുവിൽ കർത്താവെ മദ്യരൂപികളെ, മയക്കുമരുന്ന് രൂപികളെ സന്ദർശിക്കണമേ. അല്ലെങ്കിൽ ബീവറേജും ബാറും കള്ള് ഷാപ്പുകളും അതുപോലെ ലഹരിശാലകളും എല്ലാ ദുർനടപ്പാവാസ കേന്ദ്രങ്ങളും എല്ലാ ജടിക വ്യഭിചാരശാലകളെ നീക്കം ചെയ്യണമേ. എല്ലാ കൊട്ടേഷങ്ങളെയും, കുട്ടാസങ്ങളെയും, ഭൂമാവികളെ, പ്ലേഡ് മാവികളെ, സ്ത്രീമാവികളെ കർത്താവെ അവിടുന്ന് സന്ദർശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജീവൻ്റെ വിലയറിയാതെ ആമേ കർത്താവെ ആയുധമെടുത്ത് പോരാടുന്ന എല്ലാ ദൂഷ്ടശക്തികളെയും, എല്ലാ സാമൂഹിക വിരുദ്ധരെയും, എല്ലാ സദാചാര വിരുദ്ധരെയും ദൈവം സന്ദർശിക്കേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവെ അടിയും പ്രാർത്ഥിക്കുമ്പോൾ കേരളത്തിൻ്റെ സമാധാനത്തിനായി, കർത്താവെ ഇന്ത്യയുടെ സമാധാനത്തിനായി, ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യരെല്ലാം കലഹവും അഹങ്കാരം വിട്ട് മടങ്ങി വന്ന് ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യണമേ. ദുരിത മേഖലയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കുന്നു. ആശ്വാസം കൊടുക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.